ഹലോ. അപ്പോൾ ഇന്നിപ്പോൾ അതുപോലെ വൈകിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. രാവിലത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു. അത് ചൂടാക്കിയാൽ മതിയായിരുന്നു. അങ്ങനെ വലിയ പണികളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിന് രണ്ടുപേരും കൂടെ അടുക്കളയിൽ ഗുസ്തി കൂടാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ഭയങ്കര ഗുസ്തി കൂടലാണ് ഞങ്ങളുടെ വീട്ടിലൂടെ കിടന്ന്. എന്തായാലും ഗുസ്തിയൊക്കെ കൂടിയതിന് ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോഴതാണ്ട വലിയൊരു പണിയും കൊണ്ട് വീണ്ടും വരുന്നത്. എനിക്ക് മുട്ട പൊരിച്ച് വേണമെന്ന് പറഞ്ഞിട്ട്. ഈ ചായനാണെങ്കിൽ ചപ്പാത്തിയുടെ എപ്പോഴും മുട്ട പൊരിച്ച് കൊടുത്താൽ ഏറ്റവും വലിയ സന്തോഷമാണ്. അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ മുട്ട പൊരിച്ചി എന്ന് പറയുന്നത്. ഈ മുട്ട പൊരിച്ചി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മുട്ടത്തോരൻ എന്നാലും സെയിം അല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ മല്ലിയിലൊക്കെ കൂടെ ആഡ് ചെയ്യുന്ന കാരണം കുറച്ച് ടേസ്റ്റിന് വ്യത്യാസമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തായാലും പറഞ്ഞതല്ലേ, പിന്നെ എന്തായാലും നമുക്ക് ആ മുട്ട പൊരിച്ചി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സവാളയൊക്കെ എടുത്ത് അരിഞ്ഞ് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ ചിന്തിച്ചത്, നമ്മുടെ ലോകത്ത് ഈ ചിക്കനും മുട്ടയൊക്കെ ഇല്ലായിരുന്നെങ്കിൽ ആൾക്കാർ എങ്ങനെ ജീവിച്ചേനെ? അത് തന്നെ ഒരു വല്ലാത്ത പാടാണ് കേട്ടോ. അപ്പം മനുഷ്യർ വേറെ ഏതെങ്കിലും പക്ഷികളുടെ മുട്ടയൊക്കെ തേടി പോയേനെ അല്ലേ? എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കത്തില്ലേ നമ്മുടെ മനുഷ്യരല്ലേ? അങ്ങനെ എന്തായാലും മുട്ട പൊരിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം അടുപ്പിലോട്ട് റെഡിയായി കഴിഞ്ഞു. മുട്ടയൊക്കെ ഞാൻ ഉടച്ച് എല്ലാം റെഡിയാക്കിയതിന് ശേഷം കുറച്ച് പാത്രം എല്ലാം കഴുകാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പാത്രങ്ങളെല്ലാം അവിടെ കിടക്കും, വലിയ വലിയ ജോലിയായി മാറും കേട്ടോ. അങ്ങനെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചതിന് ശേഷം അത് റെഡിയാക്കി. അങ്ങനെ ഈ ചയൻ അതിനകത്ത് സ്മെല്ലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. നല്ല മസാലയുടെ മണമൊക്കെ വരുന്നുണ്ട്. അത് കാരണം എന്തായാലും നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മുട്ട പൊരിച്ച് റെഡിയായി. ഞങ്ങളെല്ലാവരും കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പണ്ട് IT കമ്പനിയിൽ പോയപ്പോൾ മുട്ട പൊരിച്ച് കിട്ടുന്ന ഓരോ കഥകൾ പറഞ്ഞു തുടങ്ങിയത്. 2-3 മണിക്കാണെങ്കിലും എവിടെ മണം കേട്ടാലും മുട്ട പൊരിച്ചിയാണെങ്കിൽ വാങ്ങി കഴിക്കുക എന്നുള്ള കഥയാണ് ഈ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. ബാക്കി കഥ ഞങ്ങൾ കേൾച്ചേച്ചും വരാം. ഓക്കെ, ബൈ, സി യു.